പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻ ഇല്ലേ സാറേ എന്ന് ഒരുപാട് തവണ ചോദിച്ച് ക്ഷീണിച്ചിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളുടെ അടുത്തേക്കാണ് ഈ വർഷത്തെ ക്രിസ്മസ് എക്സാമിന് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള അടിപൊളി പ്രഡിക്ഷൻ ക്വസ്റ്റ്യനുമായിട്ടാണ് ഞാൻ വരുന്നത്. അപ്പൊ 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലാ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുകളാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത്. മക്കളെ, ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കാനുള്ളത്, ആദ്യമായിട്ടാണ് ഈ ചാനലും ഈ വീഡിയോ ഒക്കെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. അതേപോലെ തന്നെ ഇതറിയാത്ത നിങ്ങളെ കൂട്ടുകാരന്മാരും കൂട്ടുകാരികളൊക്കെ ഉണ്ടാവും, അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പൊ നേരെ നമുക്ക് വീഡിയോസിലേക്ക് പോയാലോ. ഇതാ നോക്കാം, ആദ്യത്തെ ക്വസ്റ്റ്യൻ, ആസിഡ് ആൻഡ് ബേസസ് അല്ലെങ്കിൽ നമ്മുടെ ആസിഡുകളും ബേസുകളും സാൾട്ടുകളും എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു അടിപൊളി ചാപ്റ്റർ ഉണ്ട് അല്ലെ. അതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ പറഞ്ഞുതരാൻ പോകുന്നത്. ഉറപ്പായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കണം. ഞാൻ എന്തിനാണ് ഈ ക്വസ്റ്റ്യൻ പറയുന്നത് എല്ലാവരും ചോദിക്കും. മക്കളെ, ക്വസ്റ്റ്യൻ പറയുന്ന സമയത്താണ് ആ ടോപ്പിക് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് ഇമ്പോർട്ടൻറ്റോട് കൂടി നിങ്ങൾ അത് വായിക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യും, സാധാരണ വായിക്കുന്ന പോലെ അങ്ങ് പോകും. അപ്പോൾ ക്വസ്റ്റ്യൻസുകൾ വരുന്ന രീതിയും ക്വസ്റ്റ്യൻസ് വരുന്നതും നമ്മൾ അറിഞ്ഞ് നമ്മുടെ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ ആ ടോപ്പിക്ക് വായിക്കുമ്പോൾ നമുക്കൊരു ബഹുമാനമൊക്കെ തോന്നും. ആ ടോപ്പിക്കിനോട് ഇതിനകത്ത് കുറെ ക്വസ്റ്റ്യൻ ഒക്കെ വന്നിട്ടുണ്ട് എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാവും. ആ ബോധ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ക്വസ്റ്റ്യൻസുകൾ ഇങ്ങനെ പറയുന്നത് കേട്ടോ. നോക്കാം, ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. മക്കളെ, നിങ്ങൾക്ക് കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ തരും. ആ സ്റ്റേറ്റ്മെന്റുകൾ കറക്റ്റ് ആണോ എന്ന് ചോദിക്കും. അത് നമ്മുടെ ഒരു പക്ഷേ നമ്മുടെ എന്താണ് നോൺ മെറ്റൽ അല്ലെങ്കിൽ അലോഹ ഓക്സൈഡുകൾ, നോൺ മെറ്റാലിക് ഓക്സൈഡ്സുകൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസുകളൊക്കെ ആവാം. അല്ലെങ്കിൽ നിങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിച്ചിരിക്കുന്ന മറ്റെന്തെങ്കിലും ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരിക്കാം. എന്തായാലും ഈ ഒരു ടൈപ്പിൽ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതായത് ഏതൊക്കെയാണ് ശരി, ഏതൊക്കെയാണ് തെറ്റ്, അതിന്റെ ഓപ്ഷൻസുകളായിട്ട് വരാം. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെന്റ് 1, സ്റ്റേറ്റ്മെന്റ് 2 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ടൈപ്പിലൊക്കെ വരാം കേട്ടോ. അപ്പൊ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട പ്രധാനപ്പെട്ട ടോപ്പിക്, ഈ ഒരു ടോപ്പിക്ക് അല്ലെങ്കിൽ ഏതുമായിട്ട് ബന്ധപ്പെട്ടാണ്, നമ്മുടെ നോൺ മെറ്റൽ ഓക്സൈഡുകളുമായിട്ട് ബന്ധപ്പെട്ടാണ്. നോൺ മെറ്റൽ ഓക്സൈഡ്, ഓക്കെ, അഥവാ അലോഹ ഓക്സൈഡുകളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി, അലോഹ ഓക്സൈഡ് എന്ന് പറഞ്ഞിരിക്കുന്ന ടോപ്പിക്ക് വളരെ കൃത്യമായിട്ട് നമ്മൾ പഠിക്കണം. കാരണം 3 മാർക്ക് നമ്മൾ കയ്യിൽ നിന്ന് പോരുത് അല്ലെ. അങ്ങനെ ഈ ക്വസ്റ്റ്യൻസുകൾ വരുന്ന ആ ഒരു ടോപ്പിക്ക് നമുക്ക് മനസ്സിലായി, ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ മക്കളെ. അപ്പൊ കൃത്യമായിട്ട് പഠിക്കുക, നോൺ മെറ്റൽ ഓക്സൈഡ് എന്താണെന്ന് പഠിക്കുക, അതേപോലെ തന്നെ അവയ്ക്ക് എന്ത് സ്വഭാവമാണെന്ന് പഠിക്കുക. എക്സാമ്പിൾസുകൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഭാഗം അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റും. റെഡി, രണ്ടാമത്തെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാ. മെറ്റൽ റിയാക്ട് വിത്ത് ആസിഡ് ആൻഡ് റിലീസസ് ഗ്യാസ്. ഒരുപാട് തവണ നമ്മളോട് ചോദിച്ചിരിക്കുന്ന, 1 മാർക്കിന് ചോദിക്കുന്നതും 2 മാർക്കിന് ചോദിക്കുന്നതുമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അല്ല സാറേ, ഇതിനെങ്ങനെയാണ് 2 മാർക്ക് കിട്ടുകയെന്ന് ചോദിക്കും. എടാ മക്കളെ, ഇത് ഇങ്ങനെയല്ല വരിക. അതായത് ചില സമയത്ത് അവരെന്ത് ചെയ്യുന്നു, 2 മാർക്കിന് ക്വസ്റ്റ്യൻ ആയിട്ട് എക്സാമ്പിൾ സഹിതം എഴുതാനൊക്കെ പറയും. അപ്പൊ നമുക്കറിയാം, ഒരു മെറ്റൽ ആസിഡുമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഉറപ്പല്ലേ ഹൈഡ്രജൻ ഗ്യാസ് അല്ലേ ഉണ്ടാവുക. ഇത് പഠിച്ചു വെച്ചോളണം. 1 മാർക്കും അതേപോലെ തന്നെ എക്സാമ്പിൾ ചോദിക്കും ചിലപ്പോൾ. അതായത് എക്സാമ്പിൾ നമുക്ക് എഴുതാം അല്ലെ. ഇപ്പൊ സിങ്ക് ഒരു മെറ്റലാണ്, ലോഹം. അതിനെ ഒരു ആസിഡുമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, സിങ്ക് ക്ലോറൈഡും അതേപോലെ തന്നെ ഹൈഡ്രജൻ ഗ്യാസും കിട്ടും കേട്ടോ. ഹൈഡ്രജൻ ഗ്യാസ് എന്തായാലും ഇവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അത് മക്കൾ കൃത്യമായിട്ട് പഠിച്ചു. ഈ ഒരു കൺസെപ്റ്റ് കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളണം കേട്ടോ. മെറ്റലും ആസിഡും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. ആ ടോപ്പിക് നന്നായിട്ട് വായിക്കുക കേട്ടോ. എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബ് ചാനലിൽ തന്നെ അതിനെപ്പറ്റി വ്യക്തമായിട്ടും ശക്തമായിട്ടും ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. റെഡി, അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോവുകയാണ്. Na+A ഈ ഒരു ടൈപ്പിൽ നമുക്ക് എന്താണ് പരിചയമില്ലാത്ത അല്ലെങ്കിൽ അങ്ങനെ പരിചയമില്ലാത്തല്ല, ഒരു എക്സാമ്പിൾ ഒക്കെ തന്നുകൊണ്ട് ആ എക്സാമ്പിളിന്റെ അകത്ത് നിന്ന് നമ്മൾ ടോപ്പിക്കുകൾ ഐഡന്റിഫൈ ചെയ്യേണ്ട ചില ക്വസ്റ്റ്യൻസുകൾ വരും, ചില റിയാക്ഷൻസുകളൊക്കെ തരും. നിങ്ങൾ പഠിച്ചതിനായിരിക്കും, പഠിക്കാത്തൊന്നും വരില്ല കേട്ടോ. ഇതാ നോക്ക് നിങ്ങൾ, Na+A NaCl+H2, ഇവിടെ H2 ഉണ്ടാവണമെങ്കിൽ നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാവണമെങ്കിൽ ഇതൊരു മെറ്റലാണ്. അപ്പൊ ഇവിടെ എന്തായാലും ഒരു ആസിഡ് ആയിരിക്കല്ലോ അല്ലെ. ഒരു മെറ്റൽ നമ്മൾ തൊട്ട് ബാക്കിൽ പഠിച്ചിട്ടുള്ളൂ, ഒരു മെറ്റലും ആസിഡായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാവും അല്ലെ. അപ്പൊ ഇവിടെ ഉള്ള ഒരു ലോഹമാണ്, ഇവിടെ ഒരു ആസിഡ് വരണം അല്ലെ. ഇവിടെ Na ഇവിടെ ഉണ്ട്, ഹൈഡ്രജൻ ഇവിടെ ഉണ്ട്. അപ്പൊ എന്തായാലും Cl വരണമെങ്കിൽ ഇവിടെ HCl ആയിരിക്കും അല്ലെ. ഇതാ ഒരു മെറ്റലുമായി ഒരു ആസിഡുമായി, ഒരു ലോഹവുമായി ഒരു ആസിഡുമായി, ശരിയല്ലേ. ഇനി അവിടെ നമുക്ക് എയുടെ സ്ഥാനത്ത് HCl കിട്ടി അല്ലേ മക്കളെ അല്ലേ. അപ്പൊ HCl, എയുടെ സ്ഥാനത്ത് HCl എഴുതി. ഇനി H2 ഉണ്ടാവണമെങ്കിൽ NaOH ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് ഏത് ടൈപ്പ് റിയാക്ഷൻ ആണ്? ഒരു ആസിഡും ബേസും കൂടി ചേരുകയാണെങ്കിൽ സുഹൃത്തുക്കളെ അതിനെ വിളിക്കുന്ന പേരാണ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. പഠിച്ചു വെച്ചോളണം മക്കള്, പഠിച്ചു വെച്ചോളണം. ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ നിർവിരീകരണം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമുണ്ട് അല്ലെ.
നമ്മൾ നിർബന്ധമായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഗണത്തിൽപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പൊ ന്യൂട്രലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട ഡെഫിനിഷനും അതിന്റെ ഒരു എക്സാമ്പിളും മക്കൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. അത് കൃത്യമായിട്ട് നമുക്ക് എഴുതാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസുകളൊക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാം. റെഡി? അപ്പൊ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. പഠിച്ചു വെക്കുന്ന ടോപ്പിക് ഏതാണ്? ന്യൂട്രലൈസേഷൻ അല്ലെങ്കിൽ നിർവിരീകരണം, അതിന്റെ എക്സാമ്പിളും. ക്ലിയർ ആണല്ലോ മക്കളെ? റെഡി? അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ പോകുന്നു. എ ബോട്ടിൽ ഓഫ് സാൾട്ട് ഇൻ ദ ലാബ് had its label. മക്കളെ, ഒരു സാൾട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് അല്ലെ? നിങ്ങളുടെ ലവണവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. നമ്മൾ ആകെ പഠിക്കുന്ന ലവണങ്ങൾ ഏതൊക്കെയാണ് മക്കളെ? ഏതൊക്കെയാണ്? ക്ലോറൈഡുകളെ പറ്റി പഠിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ സൾഫേറ്റിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, നൈട്രേറ്റിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, കാർബണേറ്റിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. 4 സാൾട്ടുകളും എങ്ങനെയാണ് തിരിച്ചറിയേണ്ടത്, ഏതൊക്കെ രീതിയിൽ അത് തിരിച്ചറിയാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് വളരെ കൃത്യമായിട്ട് ഷോർട്ടാക്കിയിട്ട് നമ്മളെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായിട്ട് നിങ്ങൾ കാണണം കേട്ടോ. എവിടെയും പറയാത്ത രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് 15 മിനിറ്റ് കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പഠിക്കാം. ചില കുട്ടികൾ പറയും അല്ല സാറേ ഭയങ്കര ടഫാണ്. ഒരു ടഫും ഇല്ലാതെ ചിത്രം വരച്ചുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത ഒരു വീഡിയോ ഉണ്ട് കേട്ടോ. ആ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ തന്നെ ഉണ്ട്. അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് സാൾട്ടുമായി ബന്ധപ്പെട്ട ഏത് ചോദ്യം ചെയ്യാം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ പറയാനുള്ള ഒരു കാര്യമാണ്, ഇത് നേരത്തെ പറഞ്ഞു തന്നെയാണ്, ന്യൂട്രലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും നമ്മളെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഉപകാരങ്ങൾ എന്തൊക്കെയാണ്. വെറുതെ ന്യൂട്രലൈസേഷൻ നിർവീര്യനൊക്കെ പഠിച്ചിട്ട് കാര്യമില്ലല്ലോ. നമ്മുടെ ലൈഫുമായിട്ട് അതിനുള്ള ബന്ധം എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മളെ ഡൈജഷനുമായിട്ട് ബന്ധമുണ്ട് അല്ലേ? അപ്പം നമ്മുടെ നിത്യജീവിതത്തിൽ ന്യൂട്രലൈസേഷൻ പ്രോസസ്സുകൾ ഒരുപാട് സ്ഥലത്ത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് കൃത്യമായിട്ട് നമ്മൾ അതിനെപ്പറ്റി പഠിച്ചിരിക്കണം. അപ്പം ന്യൂട്രലൈസേഷൻ പഠിക്കുമ്പോൾ എക്സാമ്പിളും അതിൻ്റെ ഉപയോഗങ്ങളും കൂടി കൂട്ടി അങ്ങ് പഠിച്ചു വയ്ക്കുക കേട്ടോ. ന്യൂട്രലൈസേഷൻ നമ്മുടെ ലൈഫുമായിട്ടുള്ള ബന്ധം എന്താണ്? ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ആസിഡ് ബേസ് ആൻഡ് സാൾട്ടിൽ നമ്മൾ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കുക, അല്ല സാറേ ഇതിന് ചോദ്യം ഞങ്ങൾക്ക് മനസ്സിലായി, അല്ല സാറേ ഇതിന്റെ ഉത്തരം ഇപ്പം എങ്ങനെ പഠിക്കാം? എടാ, ഇതിന് വേണ്ടിയിട്ടാണ് നമ്മളെ ലൈവുകൾ അല്ലേ? നമ്മളെ കിടുക്കാച്ചി ലൈവുകളുണ്ട്, ഞാനും അസ്ലം സാറും നയിക്കുന്ന കിടുക്കൻ ലൈവുകളുണ്ട്. ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, മുഴുവൻ ടോപ്പിക്കും നമുക്ക് പഠിച്ചെടുക്കാം. ഇതിന്റെ ഉത്തരമൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ലൈവിൽ ഡിസ്കസ് ചെയ്യും വിത്ത് ഷോർട്ട് ട്രിക്സ്, പാട്ട്, ഷോർട്ട് കട്ട്, അങ്ങനെ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ കഴിയുന്ന രീതിയിൽ നമ്മൾ പറയൂ. അല്ലാണ്ട് കടിച്ചാൽ പൊട്ടാത്ത കുറെ വേർഡുമായിട്ട് പരീക്ഷയുടെ തലേന്ന് ഒരിക്കലും നിങ്ങളെ പഠിപ്പിക്കില്ല. ചോദിച്ചു നോക്കിയാൽ മതി, സാറ് എങ്ങനെയാണ്, അസ്ലം സാർ എങ്ങനെയാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് കേട്ടോ. വളരെ മനോഹരമായിട്ട് എന്ത് ചെയ്യും, നിങ്ങൾ അങ്ങോട്ട് പഠിപ്പിക്കും പോരെ. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിന്റെ ആൻസറുകളൊക്കെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യും, അതിന് ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അതുകൊണ്ട് മക്കൾ ഒന്നും പേടിക്കേണ്ട, ധൈര്യമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ടോപ്പിക്കിലൂടെ ഒന്ന് കടന്നു പോവുക, അതിനുശേഷം ഇങ്ങോട്ട് പോവുക. അടിപൊളി ക്വസ്റ്റ്യൻസിന്റെ അകമ്പടിയോടുകൂടി വിത്തിൻ സെക്കൻഡിനുള്ളിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള മുഴുവൻ ഷോർട്ട് കട്ടുകളും ട്രിക്കുകളൊക്കെ നമ്മൾ പറഞ്ഞുതരും. അപ്പോൾ ഒരിക്കൽ കൂടി പറയാണ്, ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ലൈവിൽ വെച്ച് കണ്ടുമുട്ടാം. ഗുഡ് ബൈ.